Hello dear students, through this video we are going to discuss some of the theorems from the 5th module. The first theorem is theorem 5.1, that is if A of G, that is an incident matrix, is an incident matrix of a connected graph G with n vertices, then rank of A of G equal to n minus 1. Okay, rank means a matrix in the rank and the number of non-zero rows. If A of G is an incident matrix, then the rank of A of G equal to n minus 1 ആയിരിക്കും. That is rank equal to n minus 1. Okay. Then we know that each row in an incident matrix A of G may be regarded as a vector in the vector space of G. നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ ഓരോ റോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് എഡ്ജസിനെയാണ്. അപ്പം ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ ഓരോ റോനെ നമ്മളൊരു വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ വെക്റ്റേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ വെക്റ്റേഴ്സ് ഇൻ ദ ഫസ്റ്റ് റോ ഈസ് ഡിനോട്ടഡ് ആസ് A1, സെക്കൻഡ് റോ ആസ് A2 ആൻഡ് സോ ഓൺ. സോ വി ക്യാൻ റൈറ്റ് AG ആസ് A1, A2 അപ് ടു AN. ഓക്കെ, ഇൻസിഡൻറ്റ് മെട്രിക്സിൽ ഓരോ റോനെ ഒരു വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ നെയിമിങ് ചെയ്യുന്നത് A1 അപ് ടു AN വഴിയാണ്. ദെൻ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസിന് ഈക്വലൻ്റ് ആണ്. സോ ദ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വെക്റ്റർ A1, സെക്കൻഡ് വെക്റ്റർ സെക്കൻഡ് റോ ദാറ്റ് ഈസ് A2 ആൻഡ് ദ ലാസ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ലാസ്റ്റ് റോ ദാറ്റ് ഈസ് AN. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ ഇൻസിഡൻറ്റ് മാട്രിക്സ് എഴുതുമ്പോൾ റോ വൈസ് ആണ് കോളം വൈസ് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഇൻസിഡൻറ്റ് മാട്രിക്സിൻ്റെ കേസിൽ ഇപ്പോൾ ടോട്ടൽ 4 വേർട്ടിസസ് ഉണ്ടെങ്കിൽ 1 2 3 4 എഡ്ജസ് ആണെങ്കിൽ 1 2 3 4. ദെൻ ഓരോ എഡ്ജസ് എടുക്കുക, ആ എഡ്ജസ് ഏതൊക്കെ വേർട്ടിസസിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എഡ്ജസിൻ്റെ എൻഡ് വേർട്ടിസസ് ആയിരിക്കും നമ്മൾ 1 ആക്കി സെറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം എല്ലാ എഡ്ജസിനും 2 എൻഡ് വേർട്ടിസസ് ആയിരിക്കും ഉള്ളത്. സോ ഏത് റോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 2 1s കാണും. ഏത് കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു കോളം ഒരു എഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ആ എഡ്ജസിന് 2 വേർട്ടിസസ് കാണും. സോ 2 1s ആയിരിക്കും ഉള്ളത്. സോ ഓവറോൾ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് എ ഈവൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ സം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സം എടുക്കുമ്പോൾ നമുക്കൊരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പർ നമുക്കിപ്പോൾ ഒരു 8 ആണ് കിട്ടുന്നതെങ്കിൽ ഈ വെക്റ്റേഴ്സിൻ്റെ അതായത് ഓരോ റോയും നമുക്ക് ഓരോ വെക്റ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു A1 അപ് ടു AN. അപ്പോൾ ഈ വെക്റ്റേഴ്സിൻ്റെ എല്ലാം കൂടെ സം എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഈവൻ വാല്യൂ കിട്ടി. ദെൻ അതിൻ്റെ സമ്മിനെ മോഡ് 2 വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. മോഡ് 2 വെച്ച് റെപ്രസെൻ്റ് ചെയ്യുക മീൻസ് നമുക്ക് കിട്ടുന്ന സമ്മിനെ നമ്മൾ മോഡ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ അതിൻ്റെ റിമൈൻഡർ എടുക്കുക. അപ്പോൾ എന്തായാലും ഈവൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. സോ സം ഓഫ് ദ ഓൾ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സിൽ ഓരോ റോയിനെ ഒരു വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ ആ വെക്റ്റേഴ്സിൻ്റെ എല്ലാം കൂടെ സം എടുക്കുക. സം ഓഫ് ഓൾ ദീസ് വെക്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് എക്സാക്ട്ലി 2 1s എവറി കോളം. എല്ലാ കോളത്തിലും 2 1s ഉണ്ട്. സോ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തായാലും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് സം ഓഫ് ദീസ് വെക്റ്റേഴ്സ് 0 വരാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സം ഓഫ് വെക്റ്റേഴ്സ് എടുക്കുന്നു. സം ഓഫ് വെക്റ്റേഴ്സ് കിട്ടുമ്പോൾ നമുക്കൊരു ഈവൻ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ദെൻ അവിടെ മോഡ് 2 ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. മോഡ് 2 ഓപ്പറേഷൻ മീൻസ് ഡിവൈഡഡ് ബൈ 2 ആൻഡ് ഗെറ്റ് ദ റിസൾട്ട്. ഹിയർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പർ ആയതുകൊണ്ട് 0 ആയിരിക്കും കിട്ടുന്നത്. സോ ദ സം ഓഫ് ഓൾ ദ വെക്റ്റേഴ്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് വെക്റ്റേഴ്സ് സീറോസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വെക്റ്റേഴ്സ് ആർ നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ദാറ്റ് മീൻസ് അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മെട്രിക്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ അതിനെക്കാട്ടി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ദ സം ഓഫ് ദ വെക്റ്റേഴ്സ് ഈസ് 0. സോ ദ വെക്റ്റേഴ്സ് ആർ ലീനിയർലി dependent or not linearly independent and the rank of A is less than or equal to n minus 1. Okay, that is equation 1. Then ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ n വെക്റ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ m വെക്റ്റേഴ്സ് എടുക്കുക. m വെക്റ്റേഴ്സ് മീൻസ് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 1. നമുക്ക് എത്ര റോസ് ഉണ്ടോ അതിൽ നിന്ന് റോസ് അതായത് നമുക്ക് ടോട്ടൽ ഇപ്പോൾ n റോസ് ഉണ്ടെങ്കിൽ അത്രയും റോസ് എടുക്കാതെ അതിൻ്റെ ഒരു സബ് നമ്പർ ഓഫ് റോസ് മാത്രം കൺസിഡർ ചെയ്യുക. ദെൻ അതിൻ്റെയും ഇതുപോലെ സം ഓഫ് ദ വെക്റ്റേഴ്സ് എടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് 0 കിട്ടത്തില്ല.
That means no m by m submatrix of AG can be found such that the sum of these m vectors is 0. അതായത് സം ഓഫ് ദീസ് വെക്ടേഴ്സ് 0 ആവുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഒരു സബ്മെട്രിക്സ് അവിടെ കിട്ടില്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് സം ഓഫ് 0 അല്ല എന്ന് മീൻസ് അതിനർത്ഥം എന്തായിരിക്കും? അത് ഇറ്റ് ഈസ് നോട്ട് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കത്തില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക മീൻസ് അവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 ആയിരിക്കും. സോ നോ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി m റോ വെക്ടേഴ്സ് ഓഫ് എ ക്യാൻ ബി ഈക്വൽ ടു 0. അപ്പം 0 അല്ല മീൻസ് ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞ റാങ്ക് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞ റാങ്ക് ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n-1. അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു n-1. ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസിനെയും കൂടെ കമ്പയർ ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്നത് റാങ്ക് ഓഫ് എ ഈക്വൽ ടു n-1 എന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് മാട്രിക്സ് n-1 എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്.